ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൂർഗിലെത്തിയിട്ടുണ്ട്, മെഡിക്കേരിയിൽ. സോ രാത്രി ബസ്സിലായിരുന്നു ട്രാവൽ ചെയ്ത് വന്നത്. അങ്ങനെ അവിടെ ഒരു റൂം എടുത്തു ഫ്രഷപ്പ് ആവാനൊക്കെ ആയിട്ട്. ഇനി 2 days ഇവിടെ ഫുൾ അടിച്ചു പൊളിക്കാനാണ് പ്ലാൻ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ വന്നത് അബി ഫോൾസ് ആണ്, ഒരു വാട്ടർഫോൾസ് ആണ്. ഒരു 20 rupees ടിക്കറ്റ് എടുത്തിട്ട് ഈ വാക്ക് വേയിലൂടെ നേരെ നടന്നു പോകുന്നത് അബി ഫോൾസിലോട്ടാണ്. ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. വരുമ്പോൾ തന്നെ അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ വാട്ടർഫോൾസിന് ഫ്രണ്ടിലെത്തി. സമ്മർ സീസൺ ആയതുകൊണ്ട് വാട്ടർ ലെവൽ വളരെ കുറവായിരുന്നു. പക്ഷേ എന്നാലും അതൊരു ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. വളരെ സമാധാനമായിട്ട് ഒഴുകുന്ന ഒരു വാട്ടർഫോൾസും ചുറ്റുപാടൊക്കെ വളരെ ഫോറസ്റ്റ് ഏരിയയാണ് എല്ലാം. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ വളരെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഫുൾ നേച്ചർ. പക്ഷേ എന്നാലും ആ ഒരു പച്ചപ്പ് തന്നെ കാണാൻ വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, മൺസൂൺ സീസൺ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ ഈ വാട്ടർ ലെവൽ എന്തുമാത്രം ഉണ്ടാവും. ഈ കാണുന്ന ഫുൾ ഏരിയയും ഫുൾ വാട്ടറായിരിക്കും. സോ നമുക്കിവിടെ കുളിക്കാനൊന്നും അത്ര അലൗഡൊന്നുമല്ല. പക്ഷേ എല്ലാ ടൂറിസ്റ്റും പയ്യന്മാരൊക്കെ കുളിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു വന്നത്. പക്ഷേ അവിടെ ഒട്ടും തന്നെ അലൗഡല്ല, ഭയങ്കര ഡേഞ്ചറസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാട്ടർഫോൾസ് ആണ്. അപ്പോൾ കൂർഗിൽ പോകുന്ന എല്ലാവരും ആദ്യം എബി ഫോൾസ് തന്നെ കാണണം. ബിക്കോസ് ഫുൾ സറൗണ്ടഡ് ബൈ നല്ലൊരു ഫോറസ്റ്റും നല്ല സ്കൈ, പിന്നെ ഈ മരങ്ങൾക്കിടയിലൂടെ വരുന്ന സൺലൈറ്റും എല്ലാം അടിപൊളിയാണ്. അതിനുശേഷം നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന ഏരിയയാണ് എൻറ്റയർ കൂർഗിൻ്റെ ഒരു ടൗൺഷിപ്പാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളൊരു പ്ലാന്റേഷനിലൂടെയാണ് പോയത്. കാര്യം ഇവർ തന്നെ നിർമ്മിച്ചൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. സോ നമുക്കിവിടെ കയറിയ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, വ്യൂ ഒക്കെ കാണാനായിട്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് പോയ ദിവസം ഗ്ലാസ് ബ്രിഡ്ജിന് എന്തൊക്കെയോ മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ലായിരുന്നു. പക്ഷേ എന്നാലും ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഹൈറ്റുള്ള കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. സോ നമ്മളൊരു 100 rupees ടിക്കറ്റ് എടുത്തിട്ട് ആ വ്യൂ പോയിൻറ്റ്സിൻ്റെ അവിടെയൊക്കെ പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഐ തിങ്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റുമായിരിക്കും. സോ ഇവിടെ കണ്ടില്ല, ഒരു ഗുഹ പോലത്തെ ഒരു സാധനമാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ പ്ലാന്റേഷൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ വാക്ക് ചെയ്ത് പോകുന്നത്. പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കോഫിയാണ് ഇവിടുത്തെ മെയിൻ പ്ലാന്റേഷനും. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. മഡിക്കേരി കൂർഗ് എന്ന് പറയുന്നത് കോഫി പ്ലാന്റേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഇവിടെ ഇതെല്ലാം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതുവഴി കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് കാണാൻ പറ്റും. സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ. ഇതുവഴി ചുമ്മാ ഇങ്ങനെ നടന്നു പോകാനും ആ വ്യൂ പോയിൻറ്റ്സ് കാണാനൊക്കെ ആയിരുന്നു ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ പ്ലാന്റേഷനിൽ ഇവർ തന്നെ ചെയ്തെടുത്ത കുറേ കാര്യങ്ങളാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്, വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. സോ ഗ്ലാസ് ബ്രിഡ്ജിന് എക്സ്ട്രാ 200 rupees ആണ്. പക്ഷേ അന്ന് മെയിൻ്റനൻസ് ആയി അടച്ചിട്ടുണ്ട്, വെറും 100 rupeesന് കാണാൻ പറ്റി. സോ അതിനുശേഷം ഇങ്ങനെ ഒരു ഹൈറ്റിലോട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. സോ ഇങ്ങനെ ഹൈറ്റിൽ അതൊരു സ്റ്റെപ്പ് പോലെ അവർ ചെയ്തേക്കാണ്. അങ്ങനെ ഹൈറ്റിൽ നടന്നു പോകുമ്പോൾ എഗെയിൻ അവിടെ ഇങ്ങനെ ഒരു പലകയൊക്കെ വെച്ച് അവർ കെട്ടി വെച്ചിട്ടുണ്ട്. സോ ആ ഹൈറ്റിൽ നമുക്ക് ഫുൾ വ്യൂ പോയിൻറ്റ്സ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ദൂരെ കാണാൻ പറ്റും, കുറേ മലകളും ഒക്കെ നമുക്ക് നല്ല രസത്തിൽ കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്, ഒന്നും പറയാതിരിക്കാൻ വയ്യ, അടിപൊളി വ്യൂ ആണ്. പിന്നെയും ഇതുപോലൊരു ആർട്ടിഫിഷ്യൽ ഗുഹയാണ് കേട്ടോ, ഇവർ സെറ്റ് ചെയ്ത ഗുഹയാണ്, അല്ലാതെ ഒറിജിനലൊന്നുമല്ല. പക്ഷേ എന്നാലും ഒരു ഭംഗിയുണ്ട്, ചുമ്മാ അത് വഴിക്കൂടെ നടന്നു പോകാനൊക്കെ ഒരു രസമുണ്ട്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമ്മർ സീസൺ ആയതിൻ്റെ നല്ല ചൂടും വെയിലും ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കേരളത്തിൻ്റെ അത്ര ഇല്ലെന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ നേരെ നടന്നു, വീണ്ടും പ്ലാന്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. സോ അതിനുശേഷം ഞാൻ പോയത് മെഡിക്കേരി ഫോർട്ട് കാണാനാണ്. നമ്മുടെ മെഡിക്കേരി ടൗണിൽ തന്നെയാണ്. സോ പോകുന്ന വഴിക്ക് നമുക്ക് ഈസിലി കാണാൻ പറ്റുന്നതാണ് മെഡിക്കേരി ഫോർട്ട്. സോ ഒരുപാട് ഹിസ്റ്ററിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങൾ നിറഞ്ഞൊരു മെഡിക്കേരി ഫോർട്ടാണ്. പക്ഷെ നമ്മൾ യൂഷ്വലി കാണുന്ന ആ ഒരു ഫോർട്ടിൻ്റെ അത്ര ഒരു വലിപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു മെയിൻ്റനൻസ് കുറവായിട്ട് തോന്നുന്നു. കയറുമ്പോൾ ഒരു കുറച്ചുകൂടെ ക്ലെൻലെസ് ആവായിരുന്നു, കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കൽ അവരൊരു പ്രിസർവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ ഈ ഒരു കോട്ടയ്ക്കകത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ഇതുവഴി നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ചർച്ച് പോലെ ഇരിക്കും കാണാനായിട്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല സെക്യൂരിറ്റി. എന്നാലും നമ്മൾ കാണാതെ ഫോട്ടോ എടുത്തു. അതിന് സെക്യൂരിറ്റിയുടെ നല്ല വഴക്ക് കിട്ടിയായിരുന്നു. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതിൻ്റെ സറൗണ്ടിങ്സ് ഫുള്ള് നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. ആ കോട്ട എന്ന് പറയുന്നത് അങ്ങ് അറ്റത്ത് കാണുന്നതാണ് ആ കോട്ട, ആ ഒരു വാൾ. സോ അവിടെയൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കയറി നടന്നു. ഇത് ഒരു മ്യൂസിയമാണ്. നമുക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ മ്യൂസിയം കാണാൻ പോവാം. പിന്നെ ഈ വോളിലൂടെ ചുറ്റും നടന്ന് കാണാൻ പറ്റും. സോ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ആക്ച്വലി നമുക്ക് ആ ഒരു മെഡിക്കേരി ടൗണിൻ്റെ കുറേ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സോ നമുക്ക് ഒരു വ്യത്യസ്തമാണ്. നമ്മൾ യൂഷ്വലി കണ്ട ഒരു ഫോർട്ടിനേക്കാളുപരി വേറൊരു കുഞ്ഞു ഫോർട്ടാണത്. പക്ഷേ രസമുണ്ട്.
കാണാനായിട്ടും. പിന്നെ നല്ലൊരു വെയിലായിരുന്നു, അത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പം. പക്ഷേ എന്നാലും എൻജോയ് ചെയ്തു. കൂർഗിൽ വരണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്യും, അതുപോലെ തന്നെ എപ്പോഴും ക്യാൻസലായി പോകും. അപ്പോൾ ഇപ്പോൾ എന്തായാലും വരണം എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹത്തിൽ അങ്ങ് നടത്തിയതാണ് ഈ ഒരു ട്രിപ്പ്. ഒരു ഷോർട്ട് പ്ലാനിങ്ങിൽ നടന്നതാണ്. സോ ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്തു, അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയൊക്കെ. പക്ഷേ ഫുൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് മൺസൂൺ സീസൺ ജസ്റ്റ് ഒന്ന് കഴിയുമ്പോഴാണ്. സോ മെഡിഗേരി ഫോർട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലഞ്ച് കഴിച്ചിട്ട് നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത് കൂർഗിലുള്ളത്. സോ കൂർഗിൽ വരാനുണ്ടായ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഹോസ്റ്റലൊന്ന് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഇടുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണണം. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇപ്പോട്ട് പോകുന്നത് നമ്മുടെ ഹോസ്റ്റലിലോട്ടാണ്. സോ എൻ്റെ ഇന്നത്തെ സ്റ്റേ അവിടെയാണ്. ഇതാണ് ആ പോകുന്ന വഴി. വളരെ ബ്യൂട്ടിഫുൾ റോഡാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഫോറസ്റ്റ് ഒന്നും അല്ല കേട്ടോ കാണുന്നത്, ഫോറസ്റ്റ് പോലെ തോന്നും. പക്ഷേ ഇത് ഫുൾ പ്ലാന്റേഷനാണ്, കോഫി പ്ലാന്റേഷനാണ്. സോ മെയിൻലി കോഫി പ്ലാന്റേഷൻ്റെ ഒരു സ്റ്റേ അത് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സമ്മർ സീസണിൽ തന്നെ വരാൻ ഉണ്ടായൊരു കാരണം. സോ ഇത് ഹോസ്റ്റലിൻ്റെ അകത്തുള്ള കുറേ ഏരിയയാണ്. എൻ്റെ ഗാർഡനിങ് ഒരു രക്ഷയില്ല. എൻ്റെ ഫേവറേറ്റ് കലാത്തിയമാണ് കാണുന്നത്. എനിക്ക് ഈ പ്ലാന്റ്സിനോടും ഈ ഫ്ലവേഴ്സിനോടൊക്കെ പ്രത്യേക ഒരു ക്രേസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എപ്പോഴും ഈ ഒരു ഫ്ലവേഴ്സ് കണ്ടാലും പ്ലാന്റ്സ് കണ്ടാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കും. കാര്യം എനിക്കിഷ്ടമാണ് ഫ്ലവേഴ്സിനെയും പ്ലാന്റ്സിനെയൊക്കെ, എസ്പെഷ്യലി ഗ്രീനറി. സോ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇതാണ് എൻ്റെ റൂം ഇന്നത്തെ ഹോസ്റ്റലിൽ. സോ അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഗാർഡൻസ്, ഒരുപാട് പ്ലാന്റ്സ്. സോ ഈ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മെയിൻ വൈബ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. സോ അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, കുറച്ച് മെയിൻ്റനൻസ്. പക്ഷേ എന്നാലും ബ്യൂട്ടിക്ക് ഒരു കുറവും വന്നിട്ടില്ല. സോ എൻ്റെ ഫ്രഷപ്പൊക്കെയായി ഞാൻ നേരെ പോകാൻ പോകുന്നത് രാജാ സീറ്റിലോട്ടാണ്. സോ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് രാജാ സീറ്റ് ഗാർഡനിലോട്ടാണ്. സോ ഇതും ആക്ച്വലി ആ മെഡിഗിരി ടൗണിൽ തന്നെയാണ്. ഒരുപാട് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ രാജാ സീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് രാജാവ് ഇവിടെ വന്നിരുന്നാണ് സൺസെറ്റ് കാണുന്നത്. സോ അങ്ങനെയാണ് ആ രാജാ സീറ്റ് എന്ന് പറയുന്നൊരു പ്ലേസ് ഉണ്ടായത്. സോ ഇവിടെ ഫുൾ ഗാർഡൻസ് ആണ്, ഫുൾ ഗാർഡൻ ഏരിയ. പിന്നെ ഒരു പെർട്ടിക്കുലർ സൺസെറ്റ് ഏരിയ ഉണ്ട്. സോ ഈ ഫ്ലവേഴ്സ് എല്ലാവരും കണ്ടിട്ട് എല്ലാവരും ഇവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു തിരക്കിലായിരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഫ്ലവർ ഷോയിലെ കാണുന്ന പോലെ തന്നെ പക്ഷേ നല്ല രസമുണ്ട് കാണാൻ, അങ്ങനെ വേണം പറയാനായിട്ട്. സോ എല്ലാവരും ഈ കൂർഗിൽ വരുമ്പോൾ ഫസ്റ്റ് കാണുന്നൊരു പ്ലേസാണ്. ഈ ഒരു പെർട്ടിക്കുലർ പോർഷനാണ് സൺസെറ്റ് കാണാൻ എല്ലാവരും ഒത്തുകൂടുന്നൊരു സ്ഥലമാണ്. ഇതിനടുത്തിരുന്നാണ് പണ്ട് രാജാവ് സൺസെറ്റ് കണ്ടിരുന്നു എന്നാണ് ഈ പറയപ്പെടുന്നത്. എനിക്ക് ഹിസ്റ്ററിയിൽ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല പറയാനായിട്ട്. സോ വളരെ വളരെ രസമുണ്ട് ഇത് കാണാനായിട്ട്. കാര്യം എല്ലാ ആൾക്കാരും ആ സൺസെറ്റ് കാണാൻ ഒരേ മനസ്സോടെ ആ സ്റ്റെപ്സിൽ അങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും ഇവിടെ നിന്ന് കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. കാര്യം എസ്പെഷ്യലി ഈവനിങ് ആണ് ഇത് കാണാൻ വരേണ്ടത്. കാര്യം ഈവനിങ് സൺസെറ്റിൽ ഈ ഫ്ലവേഴ്സിനെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ തന്നെ സൺസെറ്റും ഒരു പ്രത്യേക ഭംഗിയാണ്. ഫ്ലവേഴ്സും നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇതെല്ലാവരുടെയും ഒരു ഫോട്ടോ പോയിൻ്റാണ്. ഐ ലവ് കൂർഗ്. അതൊരു മാൻഡേറ്ററി ഫോട്ടോ ആണല്ലോ എല്ലാവരുടെയും. അങ്ങനെ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേയിലൂടെ നടക്കുമ്പോൾ ഒരു ഫർദർ പോയിൻറ്റ്സിലെത്തും. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. അങ്ങനെ കുറച്ച് 1-2 ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉള്ളൂ, ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇതൊരു മറ്റൊരു വ്യൂ പോയിൻ്റാണ്. സോ ഞാൻ സൺസെറ്റ് കാണാൻ ഇവിടെ വന്ന് സൺസെറ്റ് കാണാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ബിക്കോസ് അവിടെ കുറച്ച് റഷ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന സൺസെറ്റ് കണ്ടത്. സോ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സൺസെറ്റിൻ്റെ. ഇതൊരു പെർട്ടിക്കുലർ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നമുക്കൊരു എന്താ പറയുക ഒരു 270 ഡിഗ്രി നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റും. സോ അങ്ങനെ സൺസെറ്റും കഴിഞ്ഞു. രാജാ സീറ്റിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ താമസിക്കുന്ന സ്ഥലത്ത് പോയി ക്യാമ്പ് ഫയറൊക്കെ എൻജോയ് ചെയ്തു. അതിനുശേഷം ഫുൾ ലൈറ്റപ്പ് ഒക്കെ ഇട്ടിട്ട് സൂപ്പറായിരുന്നു നൈറ്റ് വ്യൂ ഹോസ്റ്റലിൽ. അപ്പോൾ ബാക്കി വിശേഷമെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ എൻ്റെ ഫേവറേറ്റ് ആയിരിക്കും. ഗുഡ് ബൈ.